അൽ ഫിഅലുൽ മുളാരി, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അൽ ഫിഅലുൽ മുളാരി. അൽ ഫിഅലുൽ മുളാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാല ക്രിയ അല്ലെങ്കിൽ ഭാവി കാലം, അതായത് പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. നമ്മൾ ഫിഅലുൽ മാദിയെ നമ്മൾ എന്താക്കി പരിചയപ്പെട്ടു. ഭൂതകാലം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിനെ കുറിക്കാനാണ് ഫിഅലുൽ മാദി എന്ന് നമ്മൾ പറയാം. ഉദാഹരണത്തിന് ഫഅല അവൻ പ്രവർത്തിച്ചു, ദഹബ അവൻ പോയി, കതബ അവൻ എഴുതി. ഇതൊക്കെയാണ് എന്ത് ഫിഅലുൽ മാദി. ഇനി ഈ പറഞ്ഞ ഫിഅലുൽ മാദിയെ തന്നെ നമുക്ക് എന്താക്കാം? ഫിഅലുൽ മുളാരി ആക്കാം. ഫഅല യഫ്അലു, ഫഅല യഫ്അലു, ഫഅല തഫ്അലു, ഫഅല തഫ്അലു, ഫഅല അഫ്അലു, ഫഅല അഫ്അലു, ഫഅല നഫ്അലു, ഫഅല നഫ്അലു. യഫ്അലു അവൻ പ്രവർത്തിക്കുന്നു, അതാണ് പ്രസന്റ് ടെൻസ്, അതായത് ആ സമയത്ത് നടക്കുന്നതാണ്. ഫഅല തഫ്അലു അവൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നീ പ്രവർത്തിക്കുന്നു. അഫ്അലു ഞാൻ പ്രവർത്തിക്കുന്നു. നഫ്അലു ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇനി നമുക്ക് ദഹബ നോക്കുകയാണെങ്കിലോ, ദഹബ യദ്ഹബു, ദഹബ യദ്ഹബു, ദഹബ തദ്ഹബു, ദഹബ തദ്ഹബു, ദഹബ അദ്ഹബു, ദഹബ നദ്ഹബു. നോക്കിയട്ടെ, യാ ത ഹംസ നൂൻ. യദ്ഹബു അവൻ പോകുന്നു, തദ്ഹബു അവൾ പോകുന്നു അല്ലെങ്കിൽ നീ പോകുന്നു, അദ്ഹബു ഞാൻ പോകുന്നു, നദ്ഹബു ഞങ്ങൾ പോകുന്നു. അപ്പൊ പ്രധാനമായിട്ടും 4 അക്ഷരങ്ങളാണ് ഒരു ഫിഅലുൽ മുളാരിയുടെ തുടക്കത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. യാ ത ഹംസ നൂൻ. ഈ 4 അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് അഹ്റുഫുൽ മുദാറഅ, മുദാറഅത്തിന്റെ അക്ഷരങ്ങൾ. നമ്മൾ ഏത് മുളാരിയായ ഫീൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 4 അക്ഷരങ്ങൾ കൊണ്ടാണ് അവ തുടങ്ങുന്നത് എന്ന് നമുക്ക് കാണാം. ആ 4 അക്ഷരങ്ങളും വ്യത്യസ്ത സബ്ജക്റ്റുകളെയാണ് സൂചിപ്പിക്കുന്നത്.